എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സിൽ പാർട്ണർഷിപ്പാണ്. നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഇല്ലാണ്ട് ഒരു കാര്യവും ലോകത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളുടെ കസ്റ്റമർ പോലും നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ പാർട്ണർഷിപ്പ് അല്ല ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതൊരു ടെക്നിക്കൽ വാക്കായിട്ട് തന്നെ കണ്ടാൽ മതി. പ്രൊപ്പറേറ്റർഷിപ്പാണ്, എൻ്റെ സോൾ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ടെക്നിക്കലി ദാറ്റ് ഇസ് റൈറ്റ്, ബട്ട് യു കനോട്ട് ഡു ഇറ്റ് അലോൺ. നല്ലൊരു പാർട്ട്ണറിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? എങ്ങനെ ആയിരിക്കണം ഒരാൾ പാർട്ട്ണർ ചൂസ് ചെയ്യുക? രണ്ട് ഘട്ടങ്ങളാണ്. അതായത് ഒരു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കുറവ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കുറവുകൾ നികത്താനായിട്ട് പറ്റിയ ആൾക്കാരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ണർഷിപ്പിന്റെ സ്റ്റോറി. അത് എല്ലാ ബിസിനസ് ചെയ്യുന്ന ഒരാളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സെലക്ഷൻ ശരിയായില്ലെങ്കിൽ ആ പാർട്ട്നേഴ്സ് പിരിഞ്ഞു പോകും. ആ പാർട്ട്നേഴ്സ് ഫെയിൽ ആവാം. ചിലപ്പോൾ ആ പാർട്ട്നേഴ്സ് അതിനായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ആ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് പോകും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യം ഉണ്ടാവില്ല, പാർട്ട്നേഴ്സ് വിൽ കം ടു യു. അപ്പോൾ ദാറ്റ് വിൽ ആക്ച്വലി ഓപ്പൺ അപ്പ് ന്യൂ ബിസിനസ്. നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ അസറ്റ് ഹോംസോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഐ എം സീയിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ കർണാടക. ബാംഗ്ലൂർ ഒരുപാട് മലയാളികളുണ്ട്, നിങ്ങളുടെ ബ്രാൻഡ് ഫേമസ് ആണ്, ഐ ക്യാൻ ബി യുവർ പാർട്ട്ണർ ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് വരിക എന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് പാർട്ട്ണർ വരികയാണ്. അപ്പോൾ അങ്ങനെയും പാർട്ണർഷിപ്പുകൾ ഉണ്ടായേക്കാം. അപ്പോൾ എല്ലാ പാർട്ണർഷിപ്പിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസിന്റെ സ്കെയിലിംഗ് അപ്പും പ്രോഫിറ്റബിലിറ്റി ക്രിയേഷനും ബ്രാൻഡ് വലുതാകലുമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല.